ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം DC ബുക്സുമായി ഒരു കരാറുമില്ല എന്ന് ഇ.പി. ആവർത്തിച്ചു. കാര്യങ്ങൾ സത്യസന്ധമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. അങ്ങനൊരു കരാറുണ്ടായി എന്ന് ഒരു മനുഷ്യനും ഇല്ല. ആന്തര ചിന്ത ഉള്ള കാര്യം സത്യസന്ധമായി എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം, എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളതാണ്. അത് ഞാൻ പോലീസിനോട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഞാൻ പരാതി കൊടുത്തു, പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, പോലീസ് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് പോയി. അതൊരു നടപടിയുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നിയമ നടപടിയാണ് എൻ്റെ മുമ്പിലുള്ളത്. നിയമ നടപടി ആരംഭിച്ചു, പരാതി കൊടുത്തു, ലീഗൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം തോൽക്കില്ല, ഇടതുപക്ഷം ജയിക്കും. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇന്നലെ രാത്രിയാണ് ഇ.പി.യുടെ മൊഴിയെടുത്തിരുന്നത്. ഇപ്പോൾ ഇ.പി. അതിന്മേൽ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ DC ബുക്സിനെ വിമർശിക്കുന്ന ഭാഗങ്ങളുണ്ടോ ഈ പ്രതികരണത്തിൽ? ഇല്ല സ്മൃതി, അതായത് DC ബുക്സിനെ പരസ്യമായി ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് ഇ.പി. ജയരാജൻ മുതിർന്നിട്ടില്ല. പക്ഷെങ്കിൽ കൂടി തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോട് മൊഴിയായി നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. സ്വാഭാവികമായും അതായത് DC ബുക്സുമായി ഒരു കരാറുമില്ല, താൻ ഇത്തരത്തിൽ തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു ഇ.പി. ജയരാജൻ മുൻപ് ഈ ആത്മകഥാ വിവാദം വന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ പ്രതികരണം നടത്തിയത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു മൊഴിയാണ് നൽകിയത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇ.പി. ജയരാജൻ തന്നെ പ്രതികരണമായി നൽകുന്നത്. പക്ഷേ DC ബുക്സിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൊഴി അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ DC ബുക്സിനെതിരാണോ തൻ്റെ ഈ മൊഴിയിൽ നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഇ.പി. ജയരാജൻ ഒരു വ്യക്തത നൽകിയിട്ടില്ല. പക്ഷെങ്കിൽ കൂടി നേരത്തെ പറഞ്ഞത് പ്രകാരമുള്ള മൊഴി മാത്രമാണ്, തനിക്കറിയാവുന്ന സത്യങ്ങൾ അതുപോലെ തന്നെ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ DC ബുക്സിനെതിരെ ശക്തമായ രീതിയിൽ അവർ നടത്തിയിട്ടുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള രീതിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പോലും ഇ.പി. ജയരാജൻ നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ അന്വേഷണ സംഘം രാത്രി മൊഴിയെടുക്കുന്ന ഘട്ടത്തിലും ആ കാര്യങ്ങളിൽ ഇ.പി. ജയരാജനോട് ചോദ്യമുണ്ടായിരുന്നു. അതായത് DC ബുക്സിനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പുസ്തക പ്രസിദ്ധീകരണവുമായി അല്ലെങ്കിൽ പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലയോ അല്ലെങ്കിൽ കരാറോ ഉണ്ടായിരുന്നോ എന്ന കാര്യം മൊഴിയെടുക്കുന്ന ഘട്ടത്തിലും പോലീസ് അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇ.പി. ജയരാജൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് അത്തരത്തിൽ ഒരു കരാറും DC ബുക്സുമായോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായോ താൻ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു മൊഴി തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചേലക്കരയിലും വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു അത്തരമൊരു വിവാദം, ഈ പറയുന്ന രീതിയിൽ ആത്മകഥാ വിവാദം ഇ.പി. ജയരാജൻ്റെതായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഇ.പി. ജയരാജൻ അത് നിഷേധിക്കാതെ മറ്റ് മാർഗമുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ DGPക്ക് പരാതി നൽകുന്നു. ആ അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു പേരിനാണെങ്കിൽ പോലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ബോധിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഇ.പി. ജയരാജൻ്റെയും കൂടി ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്പം മന്ദഗതിയിലാണെങ്കിൽ കൂടി ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇ.പി. ജയരാജൻ ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ തനിക്കറിയാവുന്ന, തനിക്ക് നേരത്തെ പ്രതികരണമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് പോലീസിന് മൊഴിയായി നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ ഇന്നത്തെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതിന് പുറമെ പാലക്കാടും ചേലക്കരയും വയനാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കും, ഇടതുപക്ഷം തോൽക്കില്ല, വിജയിക്കും എന്നുള്ള കാര്യം കൂടി ഇ.പി. ജയരാജൻ സൂചിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇ.പി. ജയരാജൻ്റെ ആത്മകഥാ വിവാദം വലിയ ചർച്ചയായതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരം ഇടതുപക്ഷം ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി വളരെ ശ്രദ്ധേയമായിരുന്നു. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.